ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ വിഷ്ണു ശിവലിംഗം ഡയറക്റ്റ് ചെയ്ത പൾട്ടി സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. ഷൈൻ നിഗം സ്റ്റാർ ചെയ്യുന്ന 25ാമത്തെ ഫിലിം. അപ്പോൾ പടം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അവിടെ നിന്ന് കാണാം. ലാഡർ സിനിമാസ്. ഇത് മാറ്റല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ബൾട്ടി സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഷൈൻ നിഗം സ്റ്റാർ ചെയ്യുന്ന 25ാമത്തെ ഫിലിം. ഞാൻ ഒറ്റയ്ക്കല്ല പടം കാണാൻ, കൂടെ കാഫുണ്ട്, സന്ദീപ്, ദ ലെജൻഡ് സിനിമ മേനിയാക്ക് പോരാ. ടിക്കറ്റൊക്കെ എടുത്തു, പടം കയറാൻ പോവാണ്. വെള്ളം മേടിച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാം ഞങ്ങൾക്ക്. ഏത് പടത്തിനാ? അപ്പോൾ ഞങ്ങൾ ബൾട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയിറക്കാണ്. അപ്പോൾ നമുക്ക് അഭിപ്രായം ചോദിക്കാം, എങ്ങനെയുണ്ട് പടം എന്ന് ചോദിച്ചോക്കാം. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ടിപ്പിക്കൽ മസാല തമിഴ് പടം പോലെയാണ്. കുറേയൊക്കെ മലയാളം പടമാണെങ്കിലും തമിഴ് ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പാലക്കാട്, കോയമ്പത്തൂർ ലൊക്കേഷനൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കുറേ തമിഴ് കാസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ വിജയ് സെൽവരാഘവൻ, പിന്നെ അതുപോലെ പ്രീതി അസ്രാണി, ശാന്തനു, അങ്ങനെ കുറേ പേര് തമിഴിൽ നിന്നും കാസ്റ്റിംഗ് ഉണ്ട്. അതുപോലെ മെയിനായിട്ട് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സായി അഭ്യങ്കർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയുണ്ട്? ബി ജി എം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഭ്യങ്കറിൻ്റെ ഫസ്റ്റ് മോളിവുഡ് ഡെബ്യൂ ആണ്, പക്ഷേ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് തമിഴ് സ്റ്റൈൽ ആയതുകൊണ്ട് തമിഴ് ഡയറക്ടർ തന്നെ, മ്യൂസിക് ഡയറക്ടർ തന്നെ കൊടുന്നിറക്കാണ്. അതുപോലെ പിന്നെ എടുത്ത് പറയാൻ തോന്നുന്നത് ഫൈറ്റ് സീനുകളാണ്. ഫൈറ്റ് സീന് നമ്മുടെ സന്തോഷ് ആൻഡ് വിക്കിയാണ്. വിക്കി മുന്നേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. രാക്ഷസൻ്റെ ഒക്കെ സ്റ്റണ്ട് മാസ്റ്ററാണ്. അതിൽ കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും ഇതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആക്ഷൻ ടൈമിലുള്ള സിനിമാറ്റോഗ്രഫി അത് നൈസായിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി നമ്മൾ അലക്സാണ് ചെയ്തിട്ടുണ്ട്. മുന്നത്തെ പടം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ അതുപോലെ അങ്ങനത്തെ ചെറിയ പടങ്ങളാണ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്തു. പടം മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ടിപ്പിക്കൽ മാസ് പടം. നമ്മൾ ആ രീതിയിലൊരു പക്ക ഫുള്ളി ടൈപ്പ് പാക്കഡ് ഓഡിയൻസിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അടുത്തൊരു RDX ആവുമോ? ഇല്ല, ഇത്രയ്ക്ക് എത്താൻ ക്ലിക്കാവാൻ ചാൻസ് ഇല്ല. എന്നാലും നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ പറയാനില്ല. മൊത്തത്തിൽ ഷെയിൻ്റെ 25ാമത്തെ പടമാണെങ്കിൽ പോലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറ്റം പറയാനുള്ള രീതിയിലുള്ള ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ബൾട്ടിയുടെ റിവ്യൂ ആണ്. പറയും. പടം മൊത്തത്തിൽ എനിക്കിഷ്ടമായി. ഒരു പാലക്കാട് ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഈ കഥ നടക്കുന്നത്. കൊഴിഞ്ഞാമ്പാറ സൈഡ്, കോയമ്പത്തൂർ കൊഴിഞ്ഞാമ്പാറ. അവിടെയുള്ള പിള്ളേരെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ കഥയിലൊരു ഏകദേശം ഒരു ഇത് കിട്ടും. അതേമാതിരി നമ്മുടെ ഈ പാലക്കാട് ചില ഭാഗത്ത് ഈ തെരുവ് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അത് അവിടെ വെച്ച് അവിടുത്തെ പിള്ളേരെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ അവരുടെ കഥയാണ് ഇത് പറയണത്. അപ്പോൾ അവരുടെ ഒരു കഥയും പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് ഇല്ലീഗൽ പരിപാടികളാണ് ഈ കഥയിൽ മൊത്തമായിട്ട് പറയണത്. പിന്നെ ഷൈൻ നിഗം നന്നായിട്ടുണ്ട്. ഒപ്പം പിടിച്ച 3-4 പേരുണ്ട്. എനിക്ക് പേരറിയില്ല. ശാന്തനുണ്ട്, പിന്നെ 2 പേരുണ്ട്. അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. പിന്നെ കഥ കൊണ്ടായി ഗ്രാഫ് നല്ല പടം അവസാനം വരെ നല്ല ഗ്രാഫായിട്ട് തന്നെ പോണത്. കയറ്റി തന്നെ പോണത്. പിന്നെന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ വരുന്ന വില്ലന്മാരായാലും അൽഫോൺസ് പുത്രനുണ്ട്, അതേപോലെ പൂർണിമ ഉണ്ട്, പിന്നെ സെൽവരാഘവൻ, അതായത് ധനുഷിൻ്റെ ഏട്ടൻ. 3 വില്ലന്മാരാണ് പടത്തിലുള്ളത്. അവരെ പെർഫോമൻസ് ഒക്കെ അടിപൊളി തന്നെയാണ്. അതിൽ ഏറ്റവും മികച്ച വില്ലൻ ആരായിരുന്നു? മികച്ച വില്ലൻ ഞാൻ പറയുകയാണെങ്കിൽ അൽഫോൺസ് പുത്രൻ എനിക്കിഷ്ടമായി കേട്ടോ. പടത്തില് ഫസ്റ്റ് ഹാഫിൽ മാത്രം കബഡിയും ഗെയിമിങ് അങ്ങനത്തെ ഒരു പിന്നെ ഏതോ ഒരു പടമായിട്ട് ഈ പടത്തിനൊരു ഇതുണ്ട്. ആ പടം കണ്ടുപിടിക്കുന്നവർ ഇതിൽ കമന്റ് ചെയ്യാം. അത് വേറൊരു ഗെയിമാണ്, ഇത് വേറൊരു ഗെയിമാണ്. കഥ ഏകദേശം ഒരേപോലെ ഇരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.